കോഴിക്കോട് മാളിക്കടവിലെ കൊലപാതകത്തിൽ നിർണായക തെളിവ് കണ്ടെത്തി പോലീസ്. കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് കൊല്ലപ്പെടുന്ന ദിവസം യുവതി സന്ദേശം അയച്ചിരുന്നു. ഒരിക്കലും താൻ ആത്മഹത്യ ചെയ്യില്ലെന്നും പ്രതി വൈശാഖനായിരിക്കും മരണത്തിന് ഉത്തരവാദി എന്നുമായിരുന്നു സന്ദേശം. വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട്. മേഘ, ഇന്നലെ തന്നെ മാധ്യമങ്ങളോടക്കം വൈശാഖൻ പറഞ്ഞത് തങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവൾ മരിച്ചു, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ മരണത്തിന് കീഴടങ്ങിയില്ല എന്ന അർത്ഥത്തിലാണ് പറയുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ വൈശാഖൻ കൊലപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ, ഒരു പേടി ഈ യുവതിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, ആ രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ തെളിവ് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മരണപ്പെടുന്ന അതേ ദിവസം, അതായത് ഈ കൊലപാതകം നടന്ന അതേ ദിവസം, അതിന് തൊട്ട് തലേ ദിവസമാണ് ഈ പെൺകുട്ടി കൗൺസിലിംഗ് സെന്ററിലേക്ക് ഒരു മെസ്സേജ് കൗൺസിലർക്ക് അയക്കുന്നത്. കുറെ നാളുകളായി ചെറിയ പ്രശ്നങ്ങൾ കാരണം ഒരു കൗൺസിലിംഗ് തേടുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടി. അങ്ങനെ അതിന് പിന്നാലെ എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി കൗൺസിലറോട് തുറന്നു പറഞ്ഞിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ ദിവസം തന്നെ ഈ കൊലപാതകത്തിന് തൊട്ട് തലേ ദിവസം തന്നെയാണ് ഈ പെൺകുട്ടി കൗൺസിലർക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി വൈശാഖനായിരിക്കും എന്നാണ് ആ മെസ്സേജിൽ പറയുന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് ഈ കൊലപാതകം ആണ് എന്ന് തെളിയിക്കുന്ന ആസ്പദമായി CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് കൂട്ടിയാക്കിയ മെസ്സേജിന് പിന്നാലെ അവരെ മൊഴി എടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി തന്നെ കൗൺസിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലൊരു മെസ്സേജ് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ 16 വയസ്സ് മുതൽ താൻ ഇയാളിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് ഡയറി കുറിപ്പിൽ ഈ പെൺകുട്ടി എഴുതിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ പേജ് ഉൾപ്പെടെ ഈ കൗൺസിലർക്ക് ഫോട്ടോ അയച്ച് ഈ മരണത്തിന് മുൻപ് ഈ പെൺകുട്ടി അയച്ചിരുന്നു. അത് ഉൾപ്പെടെ തെളിവായി നിലവിൽ പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി എടുക്കാൻ നിലവിൽ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡയറി കുറിപ്പിൽ ഉള്ള കാര്യങ്ങൾ ആയിരിക്കും മൊഴിയെടുക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയും ഭാര്യയും ചേർന്നാണ് യുവതിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആ ആശുപത്രിയിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കാനാണ് നിലവിൽ പോലീസിന്റെ നീക്കം. മറ്റെന്തെങ്കിലും ആളുകൾക്ക് പുറത്തുനിന്ന് പങ്കുണ്ടോ, മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നു. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ വൈശാഖിനെ ഇന്ന് വീണ്ടും ജയിലിൽ തിരിച്ചെത്തിക്കും. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ശരി, മേഘയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.